ഒന്നും ചെയ്യാതിരിക്കാമോ? അതെന്താടി അങ്ങനെ? എൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് എണ്ണി വാങ്ങിയതാണ്. നിങ്ങളുടെ ആ മാനേജർ തള്ള മലയാളി പെണ്ണാണെന്നും അതും ഫ്രഷ്. ഇതൊക്കെ കൂട്ടി നല്ല ഒരു സംഖ്യ തന്നെയാ ആ തള്ള വാങ്ങിയത്. എന്നിട്ടിപ്പോൾ ഒന്നും ചെയ്യരുതെന്നോ? അതല്ല ഏട്ടാ, ഞാൻ ഈ സംഘത്തിൽ വന്ന് പെട്ടുപോയതാണ്. എല്ലാ വേശ്യകൾക്കും ഇങ്ങനെ പല കഥകളും പറയാനുണ്ടാകും. ഇതൊക്കെ വരുന്നവരോട് എന്തിനാ പറയുന്നത്? അവരുടെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു പിഴച്ചവൾ, അത്രേ ഉള്ളൂ. എല്ലാവർക്കും അതിനിടയിൽ നിങ്ങളുടെ നുണക്കഥകളൊന്നും വിശ്വസിക്കാനോ കേൾക്കാനോ ആർക്ക് സമയമുണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ആരും അതിന് തയ്യാറാവുകയില്ല. ഏട്ടനെ കണ്ടാൽ അറിയാം ഏട്ടൻ ഒരു നല്ല വ്യക്തിയാണെന്ന്. എന്നോടൊരു കരുണ കാണിക്കണം. അതെന്താണടി എനിക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നത്? ഏട്ടാ, ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ പെട്ടുപോയതാണ്. എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം. പ്ലീസ് ഏട്ടാ, എന്നെ ഒന്ന് സഹായിക്കാമോ? ചേടാ, ഇത് വലിയ ശല്യമായല്ലോ. ഏട്ടൻ്റെ കണ്ണിൽ ഞാനൊരു വേശ്യപ്പെണ്ണ് തന്നെയാകും. എന്നാലും എൻ്റെ അവസ്ഥ ഒന്ന് കേൾക്കണം പ്ലീസ്. ഏതായാലും അതിനുള്ള മൂടങ്ങ് പോയി. ഏതായാലും ഒരു രാത്രിയിലെ സർവീസ് എടുത്തതല്ലേ, സമയം കുറേ ഉണ്ട്. താൻ തൻ്റെ കഥ പറഞ്ഞോളൂ. ഏട്ടാ, എൻ്റെ പേര് വിനീത. ഞാനൊരു ചെറിയ ഗ്രാമത്തിലാണ് ജനിച്ചത്. വീട്ടിൽ ദാരിദ്ര്യവും പട്ടിണിയും ആയിരുന്നു. അച്ഛൻ കിട്ടുന്ന പൈസയ്ക്ക് കുടിച്ചു വരും. 1 രൂപ പോലും കയ്യിൽ കാണില്ല. എല്ലാം തീർന്നിട്ടുണ്ടാകും. ചിലപ്പോഴൊക്കെ ഏതെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുവരും, അത്രേ ഉള്ളൂ. എന്നും അങ്ങനെ ആയപ്പോൾ അമ്മയും ജോലിക്ക് പോയി തുടങ്ങി. അങ്ങനെ ചെറിയൊരു ആശ്വാസം കിട്ടി. ഒരു ദിവസം അച്ഛൻ കുടിച്ചിട്ട് വീട്ടിൽ വന്ന പാടെ കുറേ രക്തം ഛർദ്ദിച്ചു. അവസാനം അവശനായി കിടന്നു. അമ്മയും ഞാനും കൂടി ഒരു വണ്ടി വിളിച്ച് ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർ കുറേ ടെസ്റ്റുകളും സ്കാനിങ്ങും എല്ലാം എടുക്കാൻ പറഞ്ഞു. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് എല്ലാം ചെറിയ പൈസയ്ക്ക് തന്നെ നടന്നു. എല്ലാത്തിൻ്റെയും റിപ്പോർട്ട് കിട്ടിയപ്പോൾ അച്ഛൻ്റെ കരൾ മൊത്തം വീക്കായിട്ടുണ്ട്. അതുപോലെ 2 ബ്ലോക്കുകളുമുണ്ട്. എല്ലാം കൂടി അച്ഛനെ ഒരു ദിവസം കൊണ്ട് ഒരു വലിയ രോഗിയാക്കി മാറ്റി. അച്ഛനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ശരീരം ഒന്ന് നോർമലായിട്ട് ഓപ്പറേഷനും മറ്റും ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഒന്നിനും അച്ഛൻ കാത്തു നിന്നില്ല. 2 ദിവസത്തിനുള്ളിൽ എല്ലാം തീർന്നു. അച്ഛൻ ഈ ലോകത്ത് നിന്നും മാഞ്ഞുപോയി. കണ്ണുള്ളപ്പോൾ ഒരിക്കലും നമ്മൾ അതിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞതുപോലെ അച്ഛനുണ്ടായപ്പോൾ ഒരിക്കലും അച്ഛൻ്റെ വില അറിഞ്ഞിരുന്നില്ല. അച്ഛനില്ലാതായപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്നത് ഒരു വലിയ സെക്യൂരിറ്റി തന്നെ ആയിരുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. അച്ഛൻ മരിച്ചത് മുതൽ വീട്ടിൽ ആണുങ്ങൾ വരും. ചില്ലറ വല്ലതും തരാം, ഒരു നേരത്തേക്കൊന്ന് വരുമോ? ചീത്ത വർത്തമാനങ്ങളും മറ്റും ഞങ്ങളെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചു. ഒരു ദിവസം അമ്മയും ഈ ലോകത്ത് നിന്നും എന്നേക്കുമായി വിട പറഞ്ഞു. അതോടെ പിന്നെ ആ നാട്ടിൽ നിൽക്കാൻ എനിക്ക് പേടിയായി. ഞാനൊരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോവുക. മരിക്കാനുള്ള പേടി ഒന്നുകൊണ്ട് മാത്രം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചില്ല. പോകുന്ന വഴിയിൽ ഒരു സ്ത്രീയെ കണ്ടു. അവരോട് ഞാൻ എൻ്റെ കഥകളൊക്കെ പറഞ്ഞു. അങ്ങനെ അവരാണ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. അവരാണ് ഇവിടുത്തെ മാനേജർ. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഇത് ഒരു വേശ്യാലയമാണെന്ന്. ഞാൻ അവരോട് കാല് പിടിച്ച് പറഞ്ഞു, ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം, എന്നെ ഒന്ന് വെറുതെ വിടുവോ എന്ന്. പക്ഷെ അവർ എന്നോട് പറഞ്ഞത്, തന്തയും തള്ളയും ചത്തുപോയാൽ താൻ ഇനി എങ്ങോട്ട് പോവാൻ? ഇവിടെ ഞാൻ പറയുന്നത് കേട്ട് നിന്നാൽ നിനക്ക് സ്വയം സുഖിക്കാനും മറ്റുള്ളവരെ സുഖിപ്പിക്കാനും അതുവഴി ജീവിതം ആസ്വദിക്കാനും പറ്റും. ഇവിടേക്ക് വന്ന വഴി പോലെയല്ല തിരിച്ചു പോവാൻ ഈ ജന്മം നിനക്ക് കഴിയില്ല. പിന്നെ ചാവാൻ പേടിയുള്ള താൻ ചത്ത് കളയൂ എന്ന ചിന്തയും എനിക്കില്ല. ഇനി ചത്താലും എനിക്കൊന്നുമില്ല. ഇതൊക്കെ അവരെന്നോട് പറഞ്ഞു. എല്ലാം നിന്ന് കേൾക്കുകയല്ലാതെ എന്നിൽ ഒരു വഴിയില്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ഞാനിവിടെ വന്നിട്ട് 2 ദിവസവും ട്രെയിനിങ് ആയിരുന്നു, എങ്ങനെ ആളുകളെ സമീപിക്കുക എന്നൊക്കെ. ഇന്നേക്ക് 3-ാം ദിവസം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പെട്ടു. എന്നെ രക്ഷിക്കണം. നിന്റെ കഥയൊക്കെ കൊള്ളാം. ഇതെല്ലാം സത്യമാണോ അതോ എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? ഒരിക്കലും അല്ല ഏട്ടാ, ഇത് സത്യമാണ്. നിന്നെ ഇവിടുന്ന് എങ്ങനെ ഞാൻ രക്ഷപ്പെടുത്തും? ഇവിടെ എല്ലാവർക്കും ഒരു വിലയുണ്ട്. എനിക്കിട്ട വില 15 ലക്ഷമാണ്. അതിവർക്ക് കൊടുക്കുകയാണെങ്കിൽ എന്നെ റിലീസ് ചെയ്യും. എനിക്ക് ആവശ്യത്തിലധികം പൈസ ഉണ്ട്. ഈ പൈസ വെറും നിസ്സാരം. അതുവഴി ഒരാളുടെ ജീവിതം രക്ഷപ്പെടുമെങ്കിൽ അതാണ് നല്ലത്. ഏട്ടൻ പറയുന്നത് സത്യമാണോ? ശരിയാണ് മോളെ. എൻ്റെ ബാഗിൽ ലാപ്ടോപ്പ് ഉണ്ട്. അതുവഴി ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പണം അയക്കാം. പണം ഉപകാരത്തിൽപ്പെടുമ്പോഴാണ് അതിന് വിലയുണ്ടാവുക. അല്ലെങ്കിൽ അത് വെറും ഹക്കങ്ങളോ അല്ലെങ്കിൽ കടലാസ് കഷ്ണങ്ങളോ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ മാനേജറോട് കാര്യങ്ങൾ സംസാരിക്കട്ടെ. അവൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ സംസാരിച്ചു വന്നു. പിന്നെ അവൾ ഒരു പാസ്ബുക്ക് നൽകി. അതിലെ അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ പറഞ്ഞു.
ഇത് അക്കൗണ്ട് ട്രാൻസ്ഫർ ആയതുകൊണ്ട് കയറാൻ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ആകും. പിന്നെ ഇതാണ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, അതിൽ എല്ലാം ഉണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങാം അല്ലേ വിനീതേ? ഏട്ടാ, ഒരു ചെറിയ പ്രശ്നം കൂടിയുണ്ട്. ഞാൻ വരുന്നില്ല, നിങ്ങൾക്ക് മാത്രം പോകാം. പിന്നെ ഇത് ഞങ്ങളുടെ ഒരു ചെറിയ ഗെയിം ആയിരുന്നു. വരുന്ന ആൾ പണക്കാരനാണെങ്കിൽ അവരുടെ അടുത്ത് ഇതുപോലെയുള്ള കഥകൾ പറഞ്ഞ് പരമാവധി പണം അടിച്ചെടുക്കുക. ഇതാണ് ഞങ്ങളുടെ രീതി. എൻ്റെ കഥയിൽ നിങ്ങൾ വീണു, അല്ലെങ്കിൽ ഞാൻ വീഴ്ത്തി. ഇനി വരുന്നവർ സാധാരണക്കാരാണെങ്കിൽ അവരുടെ ബെഡ്റൂം വീഡിയോ എടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്യുക, എന്നിട്ട് പണം തട്ടുക. ഇതാണ് ഞങ്ങളുടെ രീതി. പിന്നെ ഇതൊരു മാനക്കേടുണ്ടാക്കുന്ന കാര്യമായതുകൊണ്ടും ഇത് പുറം ലോകം അറിഞ്ഞാലുണ്ടാകുന്ന നാണക്കേടും ഭയന്ന് ആരും പോലീസിൽ പരാതി നൽകില്ല. ഇതൊക്കെ ഞങ്ങളെ വിജയിപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വന്ന വഴി തിരിച്ചു പോകാം. അവളും മാനേജറും പിന്നെ വേറെ 2 പേരും അയാളെ നോക്കി വല്ലാതെ ചിരിച്ചു. അയാൾ തൻ്റെ ബാഗും മറ്റും കയ്യിലെടുത്തു. പിന്നെ ബാഗിൽ കൈയിട്ട് ഒരു തോക്കെടുത്തു. എന്നിട്ട് അവരുടെ നേരെ ചൂണ്ടി. പിന്നെ ഒന്ന് പൊട്ടിച്ചിരിച്ചു. പെട്ടെന്ന് കഥ മാറിയപ്പോൾ പെൺപട പേടിച്ച് പിന്നോട്ട് നിന്നു. കൂടെ ഒരു നിലവിളിയും. എന്നിട്ട് അവരെ നോക്കി പറഞ്ഞു, അപ്പം മോളെ, ഒരു വലിയ പ്രശ്നം കൂടിയുണ്ട്. ഞാൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരാളല്ല. ഞാൻ സാജൻ ജോസഫ്, ഇവിടുത്തെ പോലീസിൽ ഷാഡോ പോലീസായി ജോലി ചെയ്യുന്നു. എൻ്റെ ഓഫീസിൽ നിങ്ങളെക്കുറിച്ചുള്ള പരാതികൾ വരാൻ തുടങ്ങിയിട്ട് കുറേ ആയി. ഇപ്പോൾ പോലീസിൽ ഒരു പുതിയ കുറ്റാന്വേഷണ രീതി കൂടി വന്നിട്ടുണ്ട്. ഇതുപോലെ മാനം പോകുമെന്ന് ഭയക്കുന്ന കേസുകൾ അന്വേഷിക്കുന്ന രീതി. അതിൽ പരാതി തന്ന ആളുടെ പേരോ മറ്റോ പുറത്തുവിടില്ല. അന്വേഷണം പരമരഹസ്യമാകും. അതിൽ കുറേ കേസുകൾ വരും. പണം ഇരട്ടിപ്പിക്കുന്നതും മറ്റു വ്യാജ ഷെയർ മാർക്കറ്റുകളും. കൂടെ നിങ്ങളുടേത് പോലെയുള്ള ആളുകൾ സോഷ്യൽ മീഡിയ വഴി യുവാക്കളെയും യുവതികളെയും ചാറ്റ് ചെയ്തും മറ്റും വഞ്ചിച്ച് പണം തട്ടുന്നവരെയും ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുന്നവരുടെയും ഒക്കെ പിടികൂടാൻ പറ്റും. അങ്ങനെ ഒരുപാട് പേരെ പിടികൂടിയിട്ടുമുണ്ട്. നിങ്ങളൊക്കെ ചീള് കേസ്, നിങ്ങളെക്കാൾ വലിയ പുലികളെ ഞാൻ സിമ്പിളായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പണം അയച്ചത് ഒരു ഫേക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ്. അതിൽ നിങ്ങൾ വിശ്വസിച്ചു. പിന്നെ നിങ്ങൾക്കെതിരെ പരാതി തന്നവർ, അവർ ഒരു തരത്തിൽ തെറ്റുകാരാണ്. അവരെ മര്യാദ പഠിപ്പിക്കാൻ പോലീസിൽ വേറെ രീതികളുമുണ്ട്. അങ്ങനെ അവർ മാത്രം മാന്യന്മാരാവാൻ പാടില്ല എന്ന് എൻ്റെ ഒരു രീതി. ഈ സമൂഹം മുഴുവൻ തുടച്ച് വൃത്തിയാക്കാൻ എന്നെപ്പോലെയുള്ള പോലീസുകാർ ഇനിയുണ്ട്. അങ്ങനെ നമ്മുടെ നാടും നാട്ടുകാരും എല്ലാം നല്ലവരാകുന്ന ഒരു ദിവസത്തെ ഞാൻ സ്വപ്നം കാണുന്നു. എല്ലാം ശരിയായില്ലെങ്കിലും ചിലതൊക്കെ ശരിയാകും. പിന്നെ നിങ്ങൾ നിൽക്കുന്ന ഈ വീടും പരിസരവും മൊത്തം പോലീസ് വലയത്തിലാണ്. അതുകൊണ്ട് അതിബുദ്ധി കാണിക്കേണ്ട. എല്ലാ തെളിവുകളും എൻ്റെ ഈ ബട്ടൺ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. അത് ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം കണ്ടും കേട്ടും കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതുപോലുമില്ല. അയാൾ തൻ്റെ വയർലെസ് എടുത്ത് മറ്റു പോലീസുകാരെ വിളിച്ചു. എല്ലാവരും ഈ വീടിനുള്ളിലേക്ക് വരിക, വാതിൽ തുറന്നിട്ടുണ്ട്. വനിതാ പോലീസ് അടക്കം കുറേ പോലീസ് ഉദ്യോഗസ്ഥർ ആ വീടിനുള്ളിലേക്ക് വന്നു. ആ വീട് മൊത്തം പരിശോധിച്ച് അവരെ വിലങ്ങണിയിച്ചു കൊണ്ടുപോയി. അയാൾ ഫോണെടുത്ത് DGPക്ക് വിളിച്ചു. സർ, മിഷൻ സക്സസ്. വെൽ ഡൺ മിസ്റ്റർ സാജൻ ജോസഫ്. താങ്ക് യു സർ. അയാൾ ആ രാത്രിയുടെ ഇരുട്ടിൽ മുന്നോട്ട് നടന്നു. തൻ്റെ കാറെടുത്ത് മുന്നോട്ട് പോയി. കൂരിരുട്ടിൽ വെളിച്ചം പകരുന്ന പോലെ അയാൾ വീണ്ടും മറ്റൊരു കേസിനായി കാത്തിരിക്കുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.